പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാം ഒരുമിച്ച് സ്നേഹത്തോടുകൂടി ശുശ്രൂഷയിൽ പങ്കെടുക്കുകയാണ്. അനേക വർഷങ്ങളായി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ട്, പുതുതായിട്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ട്. എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അഭിമന്യ പീറ്റർ കൊച്ചുപുരക്കൽ പിതാവിൻ്റെ കൂട്ടായ്മയിൽ, മണത്തൊടുതാൻ്റെ കൂട്ടായ്മയിൽ, ഇത് ആരംഭിച്ച വേണ്ട വട്ടായലച്ചൻ്റെ വലിയൊരു ആത്മീയ കൂട്ടായ്മയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. നമുക്ക് ഈ കാലഘട്ടത്തിൽ ബിനോയച്ചനും സാംസണച്ചനും ഞാനും ഈ ശുശ്രൂഷയിൽ ഇടയ്ക്ക് വന്ന് വചനം നൽകാറുണ്ട്. ശാലോം ടി വിയിലൂടെ കേൾക്കുന്ന ഈ ഓരോ വചനങ്ങളും വലിയ കൃപയായിട്ട് മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പോസ്തല പ്രവർത്തനം 16:14 നമ്മൾ വായിക്കുന്നുണ്ട്, പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം കർത്താവ് ലിദിയായുടെ ഹൃദയം തുറന്നു. പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ തുറക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ധാരാളം നമ്മുടെ മേൽ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ച് നമുക്കൊന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. അഗ്നിയിൽ എന്നെ ഉറകൂട്ടണമേ പരിശുദ്ധാത്മാവേ. പ്രാർത്ഥിക്കുന്നു. അഗ്നിയിൽ എന്നെ ഉരുക്കി വാക്കു പരിശുദ്ധാത്മാവേ. അഗ്നിയിൽ എന്നെ ഉറകൂട്ടണമേ പരിശുദ്ധാത്മാവേ. അഗ്നിയിൽ എന്നെ ഉരുക്കി വാക്കു പരിശുദ്ധാത്മാവേ. അഭിഷേകം നീ പകരൂ പരിശുദ്ധാത്മാവേ. വരദാനങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ. അഭിഷേകം നീ പകരൂ പരിശുദ്ധാത്മാവേ. വരദാനങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ,
പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. കൈകളെടുത്ത് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഓ പരിശുദ്ധാത്മാവേ, ഇസ്രായേലിനെ നയിച്ചതുപോലെ ഞങ്ങളെ നയിക്കണമേ. പരിഭൂമിയിൽ ഞങ്ങളെ പ്രത്യേകം നയിക്കണമേ. ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഇസ്രായേലിന് തണലായി മാറിയ പരിശുദ്ധാത്മാവേ, ജീവിതമരുവിൽ എന്നെ നയിക്കൂ പരിശുദ്ധാത്മാവേ. ഇസ്രായേലിന് തണലായി മാറിയ പരിശുദ്ധാത്മാവേ, ജീവിതമരുവിൽ എന്നെ നയിക്കൂ പരിശുദ്ധാത്മാവേ. ജീവജലം നീ പകരൂ പരിശുദ്ധാത്മാവേ, തളരാതെന്നെ നടത്തൂ പരിശുദ്ധാത്മാവേ. ജീവജലം നീ പകരൂ പരിശുദ്ധാത്മാവേ, തളരാതെന്നെ നടത്തൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. ഒരിക്കൽ കോടി കരങ്ങളെ ഉയർത്തി പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ, ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ വരിക, വരിക, വരിക പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തമായി നമുക്കിരുന്ന് ദൈവവചനത്തിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് പലപ്പോഴും നമ്മളെ ചില കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ജനക്കൂട്ടത്തിൽ നിന്ന് കർത്താവ് മാറ്റി നിർത്തും. നമ്മളിന്ന് ഒരു സാക്ഷ്യം കേൾക്കാൻ പോവുകയാണ്. ചിലപ്പോൾ ചില സഫറിങ്, ചില ബുദ്ധിമുട്ടുകൾ ദൈവം അനുവദിക്കുന്നത് കൂടുതൽ ദൈവത്തോട് അടുക്കാൻ നമുക്കറിയാം, കൂടുതൽ വചനത്തിലേക്ക് അടുക്കാനാണ് നമുക്കറിയാം. അത് നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ ഒരു കുടുംബത്തിൽ കർത്താവ് ചുരിഞ്ഞ വലിയൊരു അത്ഭുതത്തെക്കുറിച്ച് നമുക്ക് കേട്ട് സന്തോഷിച്ച് കർത്താവിനെ നന്ദി പറഞ്ഞ് ഈ ഒരു സാക്ഷി ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. എൻ്റെ പേര് ദിവ്യ. ഞാൻ കോതമംഗലം യാക്കോബേറ്റ് പള്ളി ഇടവകാംഗമാണ്. ഞങ്ങളുടെ കല്യാണം 2010 2011 ദൈവം ഒരു കുഞ്ഞിനെ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് ഇവൾക്ക് ഒരു 6 വയസ്സുള്ളപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും അത് അബോർഷനായി പോവുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഡോക്ടേഴ്സ് പറഞ്ഞു, ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറഞ്ഞു. ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. ഞങ്ങൾ 3 വർഷം ട്രീറ്റ്മെൻറ്റ് എടുത്തു. അങ്ങനെ 2019 നവംബർ ആയപ്പോഴത്തേക്കും ട്രീറ്റ്മെൻറ്റൊക്കെ നിർത്തി. ദൈവം ഇനി തരുവാണെ തരട്ടെ എന്ന് പറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അഭിഷേകാഗ്നി കാണാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനത് നേരത്തെ തൊട്ട് കാണുമെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നീ 9 പ്രാവശ്യം നിയോഗം വെച്ച് കാണണമെന്ന് പറഞ്ഞു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിങ്ങനെ വെള്ളിയാഴ്ച വരുന്നു, സ്ഥിരം വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല, കർത്താവിനോട് ഹൃദയം നുറുകി ശരിക്കും വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഓരോ കാര്യത്തിന് വേണ്ടി സമർപ്പിക്കുക. ആ വ്യത്യാസമുണ്ട്. ഓക്കെ. അപ്പം ഞാൻ 2019 ഡിസംബർ മാസം ഇത് അഭിഷേകാഗ്നി ഓരോ എപ്പിസോഡും കാണാൻ തുടങ്ങി. അപ്പം ഞാൻ മനസ്സിൽ നിശ്ചയിച്ചു, ഈ ഓരോ എപ്പിസോഡും ഓരോരുത്തർ സാക്ഷ്യം പറയുന്നുണ്ടല്ലോ, അവരെന്താണോ ചെയ്യുന്നത് അത് ഞാനും ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാനത് കംപ്ലീറ്റ് ആക്കുന്നത് ജനുവരി തന്നെയാണ്. അപ്പോൾ ലാസ്റ്റത്തെ 9ാമത്തെ സാക്ഷി ഒരു ഡോക്ടറുടെ സാക്ഷിയായിരുന്നു. ഡോക്ടറുടെ മോൾക്ക് കൊച്ചിനെ ലങ്സിൻ്റെ അങ്ങോട്ട് എന്തോ ഒരു പിന്നു പോയി. അപ്പോൾ ഡോക്ടർ ജർമ്മനിയിലാണ്. അപ്പോൾ അത് എൻഡോസ്കോപ്പിലൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് സർജറി തിയേറ്ററിൽ കയറ്റി. അത് ഡോക്ടർ 3 പ്രാവശ്യം നോക്കിയിട്ടും അത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഡോക്ടറോട് പുറത്ത് വന്ന് പറഞ്ഞു ഇതെടുക്കാൻ പറ്റണില്ല. അപ്പോൾ ഈ ഡോക്ടറുടെ ഉള്ളിലിരുന്ന് പറയുന്നുണ്ട്, എന്നോട് സാക്ഷ്യപ്പെടുത്താൻ പറയുന്നുണ്ട്. പക്ഷേ ഡോക്ടർക്ക് ഒരു വിഷമം കാരണം അത് പറ്റുന്നില്ല. ഞാനും അതുപോലൊരു സ്റ്റേജിൽ കൂടിയായിരുന്നു. അപ്പം ഞാൻ നിശ്ചയിച്ചു കിട്ടിയാൽ സാക്ഷ്യപ്പെടുത്തിയാൽ പോരെ. അപ്പോൾ എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ല, എന്നാലും സാക്ഷ്യപ്പെടുത്താമെന്ന് നിശ്ചയിച്ചു. പക്ഷേ എൻ്റെ ഉള്ളിലുണ്ട് കിട്ടിയാൽ സാക്ഷ്യപ്പെടുത്തിയാൽ പോരെയെന്ന്. പക്ഷേ ഞാൻ ആ 2020 ജനുവരിയിൽ തന്നെ കൺസീവ് ആവുകയും 2020 സെപ്റ്റംബർ 7-ാം തീയതി ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. എന്നൊക്കെ പ്രാർത്ഥിച്ച ആ മാസം തന്നെ, ആ പ്രാർത്ഥന തീർത്ത, നേർച്ച തീർത്ത ആ മാസം തന്നെ ഗർഭിണിയായി. അതിനുശേഷം കുഞ്ഞിന്
കുഞ്ഞിന് ജന്മം കൊടുത്തു. സകുടുംബം എല്ലാവരും ഒരുമിച്ച് വന്ന് കർത്താവിൻ്റെ മഹത്വം ആ ഭവനത്തിൽ ഇരുന്ന് ഇവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ദൈവം കേട്ടു. പ്രൈസ് ദി ലോർഡ്. രണ്ട് കാര്യങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിൻ്റെ മഹത്വം കൊടുക്കാം. തപ്പുകളാലെ കിന്നരമോട് സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോട് സ്തുതിച്ചിടുക മനമേ. കൈ ഉയർത്തി കൈയടിച്ച് ആകുലമില്ല ആനന്ദമായി സ്തുതിച്ചിടുക മനമേ, ആകുലമില്ല ആനന്ദമായി സ്തുതിച്ചിടുക മനമേ, സ്തുതിച്ചിടുക മനമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ അത്ഭുതകരമായിട്ടാണ് നമ്മുടെ കർത്താവ് ആ കുടുംബത്തിൽ ഇടപെട്ടത്. അതോടൊപ്പം തന്നെ അഭിഷേകാഗ്നി വചനം ഇതെല്ലാം അങ്ങോട്ട് ജീവനായിട്ട് കർത്താവ് അങ്ങോട്ട് മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ചു കാലത്തേക്ക് കർത്താവ് ഒന്ന് മാറ്റി നിർത്തിയത് കൂടുതൽ യേശുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ പ്രാർത്ഥനയിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ ഡെലിവറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ രോഗശാന്തികളും കൃപകളും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ ചില കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നത്? ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. സങ്കീർത്തന പുസ്തകം 49 അധ്യായത്തിൻ്റെ 1 വാക്യം, ജനതകളെ ശ്രദ്ധിക്കുവിൻ, ഭൂവാസികളെ ചെവി ഓർക്കുവിൻ. നോക്കിയേ, ദൈവം നമ്മളെ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നിന്ന്, ചില മേഖലകളിൽ നിന്ന്, ചില കമ്മ്യൂണിറ്റികളിൽ നിന്ന്, ചിലപ്പോൾ ചില കൗൺസിലുകളിൽ നിന്ന്, ചില കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ശ്രദ്ധിക്കാൻ, ദൈവത്തെ കൂടുതൽ ശ്രദ്ധിക്കാൻ, ദൈവത്തിന് ചെവി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ദൈവം അങ്ങനെ ചെയ്യുന്നത് ഒരു കൂട്ടത്തിൽ നിൽക്കുമ്പോൾ, ക്രൗഡിൽ നിൽക്കുമ്പോൾ അത് സാധിക്കണം നിർബന്ധമില്ല. എന്നിട്ട് വീണ്ടും പറയാം 2 വാക്യം, എളിയവരും ഉന്നതരും ധനികരും ദരിദ്രരും ഒന്നുപോലെ കേൾക്കട്ടെ. കേൾക്കുക, ദൈവത്തെ കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവസ്വരം കേൾക്കുക. എൻ്റെ 3-4 വാക്യങ്ങൾ എങ്ങനെയാണ്? എൻ്റെ അധരങ്ങൾ ജ്ഞാനം പ്രഘോഷിക്കും, എൻ്റെ ഹൃദയം വിവേകം മന്ത്രിക്കും, സുഭാഷിതത്തിന് ഞാൻ ചെവി ചായ്ക്കും, കിന്നരനാദത്തോടെ ഞാൻ എൻ്റെ കടങ്കഥയുടെ പൊരുൾ തിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെ പറയാണ് സുഭാഷിതത്തിന് ഞാൻ ചെവി ചായ്ക്കും. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം 7 അധ്യായത്തിൻ്റെ 32 വാക്യത്തിൽ അവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരു അത്ഭുതകരമായ ഒരു കാര്യം ചെയ്യുകയാണ്. അതിനെങ്ങനെയാണ്? ബധിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. വചനം പറയുന്നത് എങ്ങനെയാണ്? 33 വാക്യത്തിൽ, യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലുകളിട്ടു, തുപ്പലുകൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു. ഇപ്പം സംസാരശക്തിയില്ലാത്ത, കേൾവി ശക്തിയില്ലാത്ത ഈ ആളുകൾ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ യേശു ചെയ്ത കാര്യം ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി. അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. കാരണം ജനക്കൂട്ടത്തിൽ ഭയങ്കര സ്വരമായിരിക്കും. ജനക്കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സ്വരം, പലതരത്തിലുള്ള സെലിബ്രിറ്റീസിൻ്റെ സ്വരം, പലതരത്തിലുള്ള സിനിമാ നടന്മാരുടെ നടിമാരുടെയും സ്വരം, അതുപോലെ തന്നെ പല രീതികളിലുള്ള അഭിപ്രായങ്ങൾ, ഇതെല്ലാം കേട്ട് നമുക്ക് ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ചിലപ്പോൾ വരും. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുകയാണ്? യേശു ചെയ്ത കാര്യം എന്താ? അയാളെ യേശു ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി. ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി. ഒരുപക്ഷെ ജനക്കൂട്ടത്തിൽ നിന്ന് ഇയാളെ മാറ്റി നിർത്തിയപ്പോൾ ഇയാൾക്ക് ചിലപ്പോൾ ദേഷ്യം വന്ന് കാണും. എനിക്കെന്താ അവിടെ നിന്നാ കുഴപ്പം ചിലപ്പോൾ ചോദിച്ചു കാണും. പക്ഷേ യേശു നിർബന്ധമായിട്ട് അവനെ കൈക്ക് പിടിച്ച് ജനക്കൂട്ടത്തിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ അവന് പരിചയമില്ലാത്തൊരു സ്ഥലമായിരിക്കും പോണത്, എങ്കിലും കർത്താവ് അവനെ അപരിചിതമായ ഒരു സ്ഥലത്തേക്ക്, ഒരുപക്ഷെ ഒരു ഉന്നതമായ സ്ഥലമായിരിക്കും അത്, ഈശോ കൊണ്ടുപോവുകയാണ്. പറഞ്ഞ സന്തോഷത്തോടെ ഹല്ലേലൂയ. ഈശോയുടെ ജീവിതത്തിലും ഈശോ ചെയ്തുകൊണ്ടിരുന്ന കാര്യം അത് തന്നെയാണ്. ഈശോയ്ക്ക് ജനക്കൂട്ടത്തോട് വലിയ സ്നേഹമാണ്. ജനക്കൂട്ടത്തെ കാണുമ്പോൾ ഈശോയ്ക്ക് അനുകമ്പയുണ്ട്. ഈശോ ഒരുപാട് സമയം ജനക്കൂട്ടത്തിൻ്റെ കൂടെ ചെലവഴിച്ചവനാണെങ്കിലും ഇടയ്ക്ക് യേശു എന്ത് ചെയ്യും? യേശുവിനറിയാം ഇടയ്ക്ക് എപ്പോഴും ജനക്കൂട്ടത്തിൽ നിൽക്കാൻ പാടില്ല. യേശു മാറി നിൽക്കും. ലൂക്കാസ് സുവിശേഷം 5 അധ്യായം 15-16 വാക്യങ്ങൾ. ലൂക്കാസ് സുവിശേഷത്തിൽ ഇങ്ങനെയാണ് പറയണത്: എന്നാൽ യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ,
അവൻ്റെ വാക്കു കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി. അവനാകട്ടെ, യേശു ആകട്ടെ എന്ത് ചെയ്തു? വിജനപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ഈശോ ജനക്കൂട്ടത്തിൽ നിന്ന് സ്വയം പിൻവാങ്ങുകയാണ്. അതുപോലെ ചിലപ്പോൾ ചില ആളുകളെ യേശു നിർബന്ധമായിട്ടും ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. ചിലപ്പോൾ നമ്മൾ ഈ ഒരു അനുഭവത്തിലൂടെ പോകുന്നവരായിരിക്കും. എന്തുകൊണ്ടാണ് എന്നെ എങ്ങനെ മാറ്റി നിർത്തിയതെന്ന് ചിലപ്പോൾ നമ്മൾ ചോദിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ ഒരു പ്രത്യേകത മത്തായി 9:36 നമ്മൾ വായിക്കുന്നുണ്ട്. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവരിടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തർ നിസ്സഹായരുമായിരുന്നു. എങ്കിലും യേശു എന്ത് ചെയ്യുകയാണ്? യേശുവിനറിയാം മാറി നിൽക്കേണ്ട സമയത്ത് മാറി നിൽക്കാൻ. അതുകൊണ്ട് ചിലപ്പോൾ ഈ വചനം കേൾക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് മാറ്റി നിർത്തപ്പെടുകയാണ്. ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് തന്നെ സ്വല്പം ഒന്ന് മാറി നിൽക്കാൻ ചിലപ്പോൾ ചില ആളുകൾക്ക് ദൈവം കൊടുക്കും. ചിലപ്പോൾ ചില ആളുകൾക്ക് ചില രോഗങ്ങൾ അനുവദിച്ച് ജീവിതം ഒന്നങ്ങോട്ട് മാറ്റി നിർത്തും. ചിലപ്പോൾ ചില പ്രതിസന്ധികൾ അനുവദിച്ച് നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് എന്തിനു വേണ്ടിയിട്ടാണ്? ഈശോ സൗഖ്യം നൽകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കൂടുതൽ അഭിഷേകം നൽകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കർത്താവ് ചെയ്യുന്നത്. ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കാൻ കർത്താവിന് വലിയ കൊതിയുള്ളത് കൊണ്ട്, ജനക്കൂട്ടത്തിൽ നിന്നാൽ അത് അസാധ്യമായതുകൊണ്ട് ഈശോ നമ്മളെ മരുഭൂമിയിലേക്ക് ചിലപ്പോൾ മാറ്റി നിർത്തും. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വേറൊരു സംഭവം കാണുന്നുണ്ട്. അവിടെ എങ്ങനെയാണ്? യേശു ബെത്സയിദയിലെത്തി കുറേ പേർ ഒരന്ധനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. യേശു അന്ധനെ കൈക്കു പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് യേശുവിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അവനെ യേശു ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി ജനക്കൂട്ടത്തിൻ്റെ ആ മധ്യത്തിൽ നിന്ന് യേശു മാറ്റി നിർത്തുകയാണ്. പിന്നെ ഈശോ അവന് രഹസ്യമായ ഒരു ശുശ്രൂഷ ചെയ്യുകയാണ്. അവൻ്റെ കണ്ണുകളിൽ തുപ്പി. അത് കർത്താവിൻ്റെ ഒരു ശുശ്രൂഷയുടെ ഒരു മേഖലയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിലപ്പോൾ അപരിചിതമായൊരു മേഖലയായിരിക്കാം. എന്നിട്ട് അവൻ്റെ മേൽ കൈകൾ വെച്ചു. അവന് അങ്ങനെ ഈശോ ഹീലിംഗ് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവർ, അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഈശോ ആദ്യമേ ചെയ്ത കാര്യം അവൻ്റെ കൈക്ക് പിടിച്ചു. യേശു ഇനീഷ്യേറ്റീവ് എടുക്കുകയാണ്. എന്നിട്ട് അവനെ ഗ്രാമത്തിൻ്റെ വെളിയിലേക്ക് കൊണ്ടുപോയി അവന് ഈശോ സമ്പൂർണ്ണ സൗഖ്യം നൽകി അവനെ അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മൾ ഗ്രാമത്തിൻ്റെ വെളിയിൽ, നമ്മുടെ പട്ടണത്തിൻ്റെ വെളിയിൽ, നമ്മുടെ കൂട്ടായ്മയുടെ വെളിയിൽ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് കർത്താവ് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, യേശുവിന് നമ്മോട് സംസാരിക്കാനുണ്ട് എന്ന കാര്യത്തിന് യാതൊരു സംശയമില്ല. സഭയെക്കുറിച്ച് എക്ലേസിയ എന്നാണ് സഭയെ നമ്മൾ വിളിക്കുന്നത്. സഭ, എക്ലേസിയ, ചർച്ച്. എക്ലേസിയ എന്ന വാക്കുണ്ടാണത് എക് പ്ലസ് കല്ലയോൻ എന്ന വാക്കിൽ നിന്നാണ്. അതായത് ഈ ക്രൗഡിൽ നിന്ന്, ജനക്കൂട്ടത്തിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് വിളിക്കുന്നൊരു പ്രോസസ്സാണത്. കർത്താവിൻ്റെ വചനം ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം വചനം പറയുന്നതാണ്, ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരും, അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും. ഓക്കെ, ദൈവമാണ് നമ്മളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരണത്. ജനക്കൂട്ടത്തിൽ നിന്നും നമ്മളെ ചിലപ്പോൾ മാറ്റി നിർത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും. ദ ലോർഡ് വാണ്ട്സ് ടു സ്പീക്ക് ടു അസ്. എൻ്റെ ഹൃദയത്തോട് ദൈവം സംസാരിക്കണം. മദർ തെരേസ ഒരിക്കൽ പറഞ്ഞു, ഗോഡ് സ്പീക്സ് ടു അസ് ഇൻ ദ സൈലൻസ് ഓഫ് അവർ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ നിശബ്ദതയിലാണ് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിജനപ്രദേശത്തേക്ക്, മരുഭൂമിയിലേക്ക്, കുറച്ച് സഹനത്തിലേക്ക്, കുറച്ച് പീഡകളിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരണത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹൃദയപൂർവ്വം സംസാരിക്കും. അത് മാത്രമല്ല, സംസാരിച്ചാൽ മാത്രം പോരാ. ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ? നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ എല്ലാ കൃപകളും, എല്ലാ വരങ്ങളും, എല്ലാ ദാനങ്ങളും നമ്മുടെ മേൽ വാരിക്കോരി ചൊരിയാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഹോസിയ 2:15, അവിടെ വെച്ച് ഞാൻ അവൾക്ക് അവളുടെ മുന്തിരിത്തോട്ടങ്ങൾ നൽകും, ആഘോർ താഴ്വര ഞാൻ പ്രത്യാശയുടെ കവാടമാക്കും. അവളുടെ യുവത്വത്തിൽ എന്ന പോലെ, ഈജിപ്തിൽ നിന്ന് അവൾ പുറത്തു വന്നപ്പോഴെന്ന പോലെ അവിടെ വെച്ച് അവൾ എൻ്റെ വിളി കേൾക്കും. ഹല്ലേലൂയ. അതായത് ദൈവം ആഘോർ താഴ്വര, യുദ്ധത്തിൻ്റെയും വേദനയുടെയും പീഡയുടെയും ആ സ്ഥലത്തെ സമാധാനത്തിൻ്റെ സ്ഥലമാക്കി ഈശോ മാറ്റും. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ സമാധാനക്കുറവായിരിക്കും, യുദ്ധമായിരിക്കും, ഭിന്നതയായിരിക്കും. ചിലപ്പോൾ ദൈവം ചില മരുഭൂമി അനുഭവം, ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന അനുഭവം ഒരു പരാജയമായിരിക്കും, അല്ലെങ്കിൽ ഏതൊരു സാമ്പത്തിക തകർച്ചയായിരിക്കും. എന്തെങ്കിലും ആകട്ടെ, അങ്ങനെ അനുവദിക്കുന്നതിന് ഒരു കാരണം ഇതാണ്, ദൈവത്തിന് നമ്മുടെ നഷ്ടപ്പെടുത്തി കളഞ്ഞ എല്ലാ കൃപകളും, മുന്തിരിത്തോട്ടങ്ങൾ, അഭിഷേകങ്ങളെല്ലാം തിരികെ നൽകണം. അതിനു വേണ്ടിയിട്ടാണ്.
എന്നിട്ട് ദൈവം വീണ്ടും പറയുകയാണ് 16-ാമത്തെ വാക്യം, കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് നീ എന്നെ പ്രിയതമൻ എന്ന് വിളിക്കും, എൻ്റെ ബാലെന്ന് നീ മേലിൽ വിളിക്കുകയില്ല. കർത്താവിൻ്റെ വചനം പറയാണ്, നീ എന്നെ പ്രിയതമൻ, മൈ ബിലവഡ്, മൈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ അത്രയും ഇൻറ്റിമസി ആയിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിലേക്ക് ദൈവവുമായിട്ട് വരാൻ വേണ്ടി ദൈവം തന്നെ എന്ത് ചെയ്യുകയാണ്? ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. ബാൽ ദേവന്മാരുടെ പേരുകൾ അവളുടെ അധരങ്ങളിൽ നിന്ന് ഞാൻ അകറ്റും, മേലിൽ അവരുടെ പേരുകൾ അവൾ ഉച്ചരിക്കുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മുടെ കർത്താവ് ജനക്കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ നമ്മളിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനോർത്ത് നമ്മൾ നന്ദി പറയണം. സൗഖ്യം നൽകാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്, നഷ്ടപ്പെടുത്തി കളഞ്ഞ കൃപകളെല്ലാം നമുക്ക് വീണ്ടും നൽകാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വിഗ്രഹങ്ങളെയും തച്ചുടച്ച് എൻ്റെ ദൈവം, എൻ്റെ യേശു, എൻ്റെ പ്രിയതമൻ എന്ന് നമ്മൾ ഹൃദയം കൊണ്ട് യേശുവിനെ വിളിച്ച് സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയാ. വിശുദ്ധ ഫൗസ്തീനയുടെ ജീവിതത്തെക്കുറിച്ച് ഇടയ്ക്ക് നിങ്ങൾ അഭിഷേകനെ കേൾക്കാറുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഫൗസ്തീന എന്ന് പറഞ്ഞ വലിയ പുണ്യവതി, അവൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പലതരത്തിലാണ് അഭിഷേകങ്ങൾ നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഗവൺമെൻറ്റിലാണേലും സെമിനാറിലാണേലും അതുപോലെ വൈദികരുടെ ഇടയിലാണേലും ഇടയ്ക്ക് ഞങ്ങൾക്ക് ഫോർമേഷൻ പ്രോഗ്രാം ഉള്ളതുപോലെ ഓൺ ഗോയിങ് ഫോർമേഷൻ പ്രോഗ്രാം, വൈദികനായാലും ഇടയ്ക്ക് വിളിച്ച് വചനങ്ങൾ നൽകലും അതൊക്കെ നല്ലതാണ്, യാതൊരു സംശയമില്ല. ഏതായാലും ഒരിക്കൽ ഫൗസ്തീനയുടെ ഗവൺമെൻറ്റിൽ അങ്ങനത്തെ ഒരു കാര്യം വന്നു, ഒരു സെമിനാറിന് പോകേണ്ട ഒരവസ്ഥ വന്നു. നല്ലൊരു കാര്യം, ഫൗസ്തീനയ്ക്കും അങ്ങനെ മനസ്സ് പ്രിപ്പയർ ചെയ്തു, സന്തോഷമാണ്, എല്ലാവരും കാണാം, അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാം. അങ്ങനെ ഇരിക്കേണ്ട ഒരു അവസരത്തിൽ ദൈവം എന്ത് ചെയ്തു? ആ പ്രോഗ്രാം ദൈവം കൊണ്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ദൈവം ഇത് കട്ട് ചെയ്ത് കളഞ്ഞു, ദൈവം അനുവദിച്ചില്ല. അതിൻ്റെ 1147 ഖണ്ഡികയിൽ ഇതിനെക്കുറിച്ച് പറയണത് ഞാനിന്ന് വായിച്ച് കേൾപ്പിക്കാം. ഒരിക്കലൊരു പ്രത്യേക കാരണം മൂലം മുറിവേറ്റപ്പോൾ ഞാൻ കർത്താവിനോട് പരാതിപ്പെട്ടു. ഈശോ എന്നോട് പറഞ്ഞു, എൻ്റെ മകളെ, ജനങ്ങളുടെ സംസാരങ്ങൾക്കും പഠനങ്ങൾക്കും എന്തിനാണ് നീ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? ഞാൻ തന്നെ നിന്നെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ആ സമ്മേളനങ്ങളിൽ നിനക്ക് പങ്കെടുക്കാൻ സാധിക്കാത്ത വിധം ഞാൻ കാര്യങ്ങൾ ക്രമീകരിച്ചത്. വളരെ വർഷത്തെ അധ്വാനം കൊണ്ട് അവർ നേടിയെടുക്കുന്നത് ഒറ്റ നിമിഷം കൊണ്ട് നിനക്ക് ഞാൻ പ്രദാനം ചെയ്യും. ഓക്കെ, ഈശോ പറഞ്ഞു കൊടുക്കുകയാണ്, പ്രിയപ്പെട്ട മകളെ, ഞാൻ ആ സമ്മേളനങ്ങളിൽ നീ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെയാണ് കാര്യങ്ങൾ ക്രമീകരിച്ചത്. അതായത് വളരെ വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് അവരൊക്കെ നേടിയെടുത്ത കാര്യങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് നിനക്ക് തരാൻ എനിക്ക് കഴിയും. അത് ദൈവത്തിൻ്റെ, യേശുവിൻ്റെ ഒരു പ്രത്യേക സ്നേഹം. അതുകൊണ്ട് ഡിവൈൻ മേഴ്സി ഡയറി നമ്മൾ വായിക്കുമ്പോൾ യേശു നേരിട്ട് നമ്മോട് സംസാരിച്ച അനുഭവം നമുക്കുണ്ട്. കാരണം വലിയ മരുഭൂമിയിൽ ജനക്കൂട്ടത്തിൽ നിന്ന് കർത്താവ് പലപ്പോഴും ഫൗസ്തീനയെ മാറ്റി നിർത്തി അവളുടെ ആത്മാവിലേക്ക് കർത്താവ് നിമന്ത്രിച്ചു കൊടുത്ത ഓരോ കാര്യങ്ങൾ അവൾ എഴുതി വെച്ച് നമ്മളത് വായിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് എന്തൊരു ഉണർവാണ്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. ഞാനിന്നൊരു വ്യക്തിയെ കണ്ടുമുട്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് മാരകമായ ക്യാൻസർ വന്ന് അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്നൊരു 3.5 കിലോ മുറിച്ച് കളഞ്ഞു. ക്യാൻസർ വന്നിട്ട് അത്രമാത്രം ക്യാൻസറിൻ്റെ പീഡ. അതുപോലെ തന്നെ ലങ്സിന് ക്യാൻസർ വന്നു. അദ്ദേഹം പറയണത് ഇങ്ങനത്തെ സമയത്താണ് ദൈവവചനം അദ്ദേഹം ധാരാളം വായിച്ചത്. അദ്ദേഹം പറയണത് ഏകദേശം 4000-ഓളം വചനം കാണാപ്പാഠം പഠിക്കാൻ ഈ കഷ്ടതയുടെ സമയത്ത് ദൈവം ഇടവരുത്തി. രാവിലെ 2 മണിക്കൂർ പരിശുദ്ധ കുർബാന മുമ്പിൽ പോയിരുന്ന് വചനം വായിക്കും. വൈകുന്നേരങ്ങളിലും അതുപോലെ വചനം വായിച്ച് വചനം അദ്ദേഹത്തെ സുഖപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിൻ്റെ കൂടുതൽ സ്നേഹവും കരുണയും അഭിഷേകവും ലഭിക്കാൻ വേണ്ടി കർത്താവ് ചിലപ്പോൾ ചില സഹനങ്ങൾ അനുവദിക്കും. ജനക്കൂട്ടത്തിൽ നിന്ന് കർത്താവ് മാറ്റി നിർത്തും. നമ്മുടെ ദേഷ്യമുള്ളത് കൊണ്ടല്ല, മറിച്ച് നമുക്ക് കൂടുതൽ കൃപകൾ, കൂടുതൽ അനുഗ്രഹങ്ങൾ, കൂടുതൽ അഭിഷേകങ്ങൾ, കൂടുതൽ ജ്വലനം, കൂടുതൽ ദൈവസ്നേഹം നൽകാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരുഭൂമിയിലെ പൊരിവേലിൽ നമുക്ക് ആശ്വാസം നൽകുന്ന, അഭിഷേകം നൽകുന്ന, തണൽ നൽകുന്ന, നമ്മുടെ ആത്മാവിനോട് സംസാരിക്കുന്ന നല്ല കർത്താവിൻ്റെ വലിയ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. മരുഭൂമിയിലെ പൊരിവെയിലിൽ നീ തളരുവതോ മനമേ? മരുഭൂമിയിലെ പൊരിവെയിലിൽ നീ തളരുവതോ മനമേ? ആഗാറിന്റെ നിലവിളി കേട്ട് ദൈവം ഇറങ്ങിവരും. ഉറവയെ
പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യവും ജീവജലത്തിൻ്റെ ഉറവയായ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെല്ലാം സ്വർഗം നിങ്ങളുടെ ഓരോ ജീവിതങ്ങളിലും തുറന്നു തരട്ടെ. കർത്താവെ, ഹാഗാറിന് മാത്രമല്ല ഞങ്ങൾക്കും അങ്ങ് തുറന്നു തരണമേ. നമ്മുടെ മരുഭൂമി അനുഭവത്തിൽ പ്രത്യേകിച്ച് ജനക്കൂട്ടത്തിൽ മാറ്റി നിർത്തപ്പെടുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ആ മേഖലകളിലേക്കെല്ലാം നിന്റെ സാന്നിധ്യം നിറയട്ടെ, നിന്റെ അഭിഷേകം നിറയട്ടെ, നിന്റെ ശക്തി നിറയട്ടെ, നിന്റെ വിടുതൽ നിറയട്ടെ, നിന്റെ സൗഖ്യം നിറയട്ടെ, നിന്റെ വലിയ കൃപാവരങ്ങൾ നിറയട്ടെ. യേശുവേ, 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 ആരാധന, 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 ആരാധന. യേശുവേ, ഓരോരുത്തരെ സ്പർശിക്കണമേ കർത്താവേ, രോഗികളെ സ്പർശിക്കണമേ കർത്താവേ, ആലംബകരെ ആശ്വസിപ്പിക്കണമേ കർത്താവേ. ആരാധന, ആരാധന, യേശുവേ, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന നമ്മുടെ നല്ല ഈശോയെ നമുക്ക് സ്നേഹിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ സാക്ഷ്യത്തിൽ കേട്ടതുപോലെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ നമ്മൾ കടന്നു പോവുകയായിരിക്കും. യേശു നാമത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ വചനത്തിൽ നമ്മൾ ആഴമായിട്ട് ആശ്രയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വചനെല്ലാം ധാരാളം കേട്ട് വിശ്വാസം വർദ്ധിപ്പിക്കാനും ഒപ്പം തന്നെ നമ്മൾ ദൈവസ്വരം മനസ്സിലാക്കാനും ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കാനെല്ലാം ദൈവം നമുക്കിടയാക്കും. ജനക്കൂട്ടത്തിൽ നിന്ന് കർത്താവ് ആ ബധിരനും മൂകനുമായ വ്യക്തിയെ മാറ്റി നിർത്തി. അവൻ ആദ്യം സങ്കടം തോന്നിയെങ്കിലും പിന്നീട് അവന് മനസ്സിലായി യേശു അവന് സൗഖ്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റി നിർത്തിയത്. നമ്മുടെ എല്ലാ മാറ്റി നിർത്തപ്പെടലിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. കർത്താവേ, അങ്ങയുടെ വലിയ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾക്ക് കൂടുതൽ സൗഖ്യം, അങ്ങയുടെ സ്വരം കൂടുതൽ വ്യക്തമായിട്ട് കേൾക്കണം, അങ്ങേ കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കണം. ഈശോയെ, അങ്ങേ കൂടുതൽ സ്നേഹിക്കാനും ആരാധിക്കാനും കൃപ നൽകണമേ. രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് വലിയ കൃപ, കൃപയ്ക്ക് മേൽ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ. തളർന്ന മനസ്സുകൾ ഇപ്പോൾ ബലം പ്രാപിക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ, തടസ്സങ്ങൾ മാറട്ടെ. ഗർഭിണികളായിട്ടുള്ള മക്കളുടെ മേൽ ദൈവശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. അന്ധകാരങ്ങളെല്ലാം മാറിപ്പോകട്ടെ. ദൈവത്തിന്റെ ശക്തി, അത്ഭുതകരമായ ശക്തി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയട്ടെ. കൃപയുടെ വലിയൊരു നീർച്ചാലിപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട് എല്ലാ ഹൃദയങ്ങളെയും സ്പർശിക്കട്ടെ. Hallelujah.